ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബാബുൽ ഹുദൂദി. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഹദ്ദുകളെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ കൊലപാതകത്തെ കുറിച്ചാണ് പറഞ്ഞത്. കൊലപാതകത്തിന്റെ ശിക്ഷ എന്താണ്, ക്രിമിനൽ നിയമങ്ങൾ. ഇനി കൊലപാതകമല്ലാത്ത മറ്റ് ക്രിമിനൽ കുറ്റങ്ങളുണ്ട്, അതിനുള്ള ശിക്ഷയെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തത് സിനയാണ്. കൊലപാതകം കഴിഞ്ഞാൽ ഏറ്റവും വലിയ തെറ്റ് സിനയാണ്. ഒന്നാമത്തെ തെറ്റ് കൊലപാതകമാണ്, രണ്ടാമത്തെ തെറ്റ് സിനയാണ്. സിനയുടെ ശിക്ഷ രണ്ട് രീതിയിലാണ്. വ്യഭിചരിച്ചയാള് വിവാഹിതനാണോ അല്ലയെന്ന് നോക്കിയിട്ടാണ് ശിക്ഷ തീരുമാനിക്കുക. വിവാഹിതനാണെങ്കിൽ എറിഞ്ഞു കൊല്ലുക എന്നുള്ളതും, വിവാഹിതനല്ലെങ്കിൽ 100 അടി കൊടുക്കുക എന്നുള്ളതാണ് ജാനിയുടെ ശിക്ഷ. ഇത് ദുനിയാവിലെ ശിക്ഷയാണ്. ആരാണ് അടിക്കേണ്ടത്? നമുക്കൊന്നും വ്യക്തികൾക്ക് അധികാരമില്ല. ഇസ്ലാമിക കോടതി നിലവിലുണ്ടാകണം. കോടതി ഉള്ളിടത്ത് മാത്രമേ ഈ ശിക്ഷകളൊക്കെ നടപ്പിലാക്കാൻ കഴിയുള്ളൂ. നമ്മുടെ നാട്ടില് മുമ്പൊക്കെ വിവാദമായിട്ടുണ്ട്. ഭീമാപ്പള്ളിയിൽ ഒരു ദാനിയത്തായ പെണ്ണിന്റെ തല മൊട്ടയടിച്ച സംഭവമൊക്കെ കേരളത്തിൽ വിവാദമായിട്ടുണ്ട്. ഇവിടെ നമുക്കതൊന്നും ചെയ്യാൻ അധികാരമില്ല. വ്യക്തികൾ ഒരിക്കലും നിയമം കയ്യിലെടുക്കാൻ പാടില്ല. ഇമാമാണത് ചെയ്യേണ്ടത്. ഇമാം എന്ന് പറഞ്ഞാൽ ഭരണാധികാരി, അല്ലെങ്കിൽ ഭരണാധികാരി ചുമതലപ്പെടുത്തിയ ഭരണാധികാരിയുടെ പകരക്കാരനാണ് ഈ ശിക്ഷകളൊക്കെ നടപ്പിലാക്കേണ്ടത്. അങ്ങനെ ഒരു ഭരണാധികാരിയും സംവിധാനവും ഇല്ലെങ്കിൽ ആ രാജ്യത്ത് ഇസ്ലാമിന്റെ ഈ നിയമങ്ങളൊന്നും നടപ്പിലാക്കപ്പെടുന്നില്ല. അതിനൊക്കെ ശിക്ഷ പരലോകത്ത് ലഭിക്കും. ആരെയാണ് അടിക്കേണ്ടത്? സ്വതന്ത്രനായ വ്യക്തിയെ, പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള വ്യക്തിയെ. അപ്പൊ വിചരിച്ചയാൾക്ക് പ്രായപൂർത്തി ഉണ്ടാകണം, ബുദ്ധി ഉണ്ടാകണം. ഭ്രാന്തന് ശിക്ഷയില്ല, കുട്ടികൾക്കും ശിക്ഷയില്ല. സ്വതന്ത്രനായിരിക്കണം. അടിമയ്ക്കും ഈ പറയുന്ന ശിക്ഷ ഇല്ല, ഈ രീതിയിലില്ല. വിവാഹം കഴിക്കുന്നതിന് മുമ്പായിട്ട് വിചരിച്ചാൽ അവനെ 100 അടി അടിക്കപ്പെടണം. 100 അടി മാത്രം പോരാ, 1 വർഷത്തേക്ക് നാട് കടത്തണം. സ്വദേശത്ത് നിന്ന് ഖസറിന്റെ ദൂരത്തേക്ക് 132 കിലോമീറ്റർ അപ്പുറത്തോ അതിനപ്പുറത്തേക്ക് എങ്ങോട്ടെങ്കിലും അവനെ നാട് കടത്തണം. 1 വർഷം തുടർച്ചയാവും നാട്ടിൽ നിന്ന് മാറി നിൽക്കണം. നമ്മുടെ നാട്ടിലുണ്ടോ അങ്ങനെ നിയമമുണ്ടല്ലോ, നാട് കടത്തൂലോ. കാപ്പ ചുമത്തിയിട്ടൊക്കെ നാട് കടത്തൂലോ, ഇവിടെയുണ്ട്. ഇതുപോലെ ഇവനെ നാട് കടത്തണം. 132 കിലോമീറ്റർ അപ്പുറം തുടർച്ചയായ 1 വർഷം. ഇടയ്ക്ക് പരോളൊന്നും ഉണ്ടാവില്ല. തുടർച്ചയായ 1 വർഷം അവനെ നാട്ടിൽ നിന്ന് മാറ്റി നിർത്തണം. ഇത്രയും അകലത്തിലേക്ക് മാറ്റി നിർത്തണം. ഇതാണ് ശിക്ഷ. 100 അടി എന്ന് പറഞ്ഞാൽ എങ്ങനെ അടിക്കേണ്ടത്? വിചാരണ ഒക്കെ നടന്നിട്ടാണ് ഈ പറഞ്ഞത്. വിചരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ പിടിച്ചടിക്കുകയല്ല. അതിനൊക്കെ അതിൻ്റെതായ നിയമം, നടപടികളും നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം ശിക്ഷ നടപ്പിലാക്കണം. ഖുർആൻ പറയുന്നുണ്ട്, അസ്സാനിയത്തു വസ്സാനി, വിചരിച്ച സ്ത്രീയും പുരുഷനും, ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത്ത ജൽദ, ഓരോരുത്തരെയും നിങ്ങൾ 100 അടി കൊടുക്കണം. ആണിനടിക്കണം, പെണ്ണിനടിക്കണം. ഖുർആനാണ്. വലാ തഅഖുദുക്കും ബിഹിമാ റഅഫത്തും ഫി ദീനില്ല, അള്ളാഹുവിന്റെ ദീൻ നടപ്പിലാക്കുന്ന വിഷയത്തിൽ നിങ്ങൾ അവരോടൊരു കാരുണ്യം കാണിക്കരുത്. അവര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കുന്ന വിഷയത്തിൽ അവരോടൊരു ദയം തോന്നേണ്ട കാര്യമില്ല. നമുക്കൊരു കൃപയും തോന്നേണ്ടതില്ല. അടി നടപ്പിലാക്കാൻ തന്നെ വേണം. എന്നിട്ട് പറയുന്നത്, ഇവരുടെ ശിക്ഷ നടപ്പിലാക്കുന്നിടത്ത് ഒരു സംഘം സത്യവിശ്വാസികൾ സാക്ഷികളായി ഉണ്ടായിരിക്കും വേണം. എവിടെയെങ്കിലും ഒരു രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് അടച്ചിട്ട റൂമിലല്ല ശിക്ഷ നടപ്പിലാക്കേണ്ടത്. പരസ്യമായി സത്യവിശ്വാസികളുടെ മുന്നിൽ വെച്ച് പരസ്യമായിട്ടാണ് ഈ ശിക്ഷ നടപ്പിലാക്കേണ്ടത്. സൗദിയിലൊക്കെ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ് നടപ്പിലാക്കുന്ന പള്ളിയിൽ ജുമാ കഴിഞ്ഞ് ആളുകളെ കൂട്ടി നിർത്തിയിട്ടാണ് ശിക്ഷ നടപ്പിലാക്കുക. എന്തിനങ്ങനെ പറഞ്ഞത്? ഈ 2 പേരെ ശിക്ഷിക്കപ്പെടുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. ശറഈന്റെ ഉദ്ദേശം അവർക്ക് 100 അടി കൊടുക്കലല്ല. ഈ ശിക്ഷ കണ്ടിട്ട് ആരും ഇനി ഇതിന് നിൽക്കരുത്. ആരും ശിക്ഷിക്കലല്ല ഉദ്ദേശം, ഈ തെറ്റിലേക്ക് ആരും വരാതിരിക്കാനാണ് ഉദ്ദേശം. അതുകൊണ്ട് ആളുകളുടെ സാന്നിധ്യത്തിലായിരിക്കും ശിക്ഷ നടപ്പിലാക്കുക. ഇത് കണ്ടിട്ട് ആരും വരരുത്. അടിക്കുമ്പോൾ തന്നെ ശരീരം മുഴുവൻ അടിച്ചു പൊട്ടിക്കാനല്ല പറയണത്. അടിക്കുന്നതിന് ഒരുപാട് നിബന്ധനകളുണ്ട്. എല്ല് പൊട്ടുന്ന രീതിയിൽ അടിക്കാം. മാംസത്തിൽ മാത്രമേ അടിക്കാൻ പാടുള്ളൂ.
അതും വലിയ ഇതിലടിക്കാൻ പാടില്ല, ആഞ്ഞടിക്കാനൊന്നും പാടില്ല. ഈ അടിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവരെ വേദനിപ്പിക്കുക എന്നതിലുപരി അവർക്കൊരു നാണങ്ങൾ ഉണ്ടാകാം സമൂഹത്തിൽ. കണ്ടു നിൽക്കുന്ന മനസ്സിലാക്കണം, എനിക്കും ഇതായിരിക്കും ശിക്ഷ, അതുകൊണ്ട് ഇതിന് നിൽക്കരുത് എന്ന് തോന്നണം. അല്ലാതെ അവനെ അടിച്ച് വേദനിപ്പിച്ച് കൊല്ലല്ല ഉദ്ദേശം. അവന്റെ മനസ്സിനെ വേദനിപ്പിക്കുക, അതിനുവേണ്ടി 100 അടി കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അത് മർമ്മത്തിലടിക്കരുത്, എല്ലിലടിക്കരുത്, മാംസമുള്ള ഭാഗങ്ങളിൽ മാത്രം ഒരു മീഡിയം ഇതിലടിക്കാവുള്ളൂ. വലിയ ആഞ്ഞടിക്കാനൊന്നും പാടില്ല. അതിലാൻ കൊല്ലപ്പെടാനൊന്നും പാടില്ല. കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അടിച്ചവനൊക്കെ ഉത്തരവാദിത്വമുണ്ട്. ശിക്ഷ എന്ന് പറയുന്നത് ആളുകളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ടാണ് വല്ലഷഹദ അദാദഹുമാ ത്വായിഫത്തു മിനൽ മുഅ്മിനീൻ, ഒരു സംഘം സത്യവിശ്വാസികൾ ആ ശിക്ഷയ്ക്ക് സാക്ഷികളായിരിക്കട്ടെ എന്ന് ഖുർആൻ പറഞ്ഞത് തന്നെ. ഒരു കൃപയും അവരോട് കാണിക്കാനും പാടില്ല. എന്നിട്ടൊരു വർഷം അവരെ നാടുകടത്തുകയും വേണം. ഈ നാടുകടത്തലും ഇങ്ങനെ തന്നെയാണ്. നാട്ടിൽ നിൽക്കുക എന്നുള്ള ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹമാണല്ലോ. ഈ ഒരു വർഷം നാട് വിട്ടു പോകാൻ, നാട്ടിലേക്ക് വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ തന്നെ അവന്റെ ഏർപ്പാടുകൾ മുടങ്ങി, അവന്റെ കച്ചവടം മുടങ്ങി, അവന്റെ കുടുംബജീവിതം മുടങ്ങി, അവന്റെ സുഹൃത്ത് ബന്ധങ്ങൾ മുടങ്ങി, എല്ലാം മുടങ്ങാണ്. അങ്ങനെ അവനെ ഒരു വർഷം മാറി നിൽക്കുമ്പോൾ ഇത് കാണുന്ന ആളുകൾക്ക് ബോധ്യപ്പെടും, എന്റെ ശിക്ഷ ഇതാണ്, അവിടെ പണിക്ക് നിൽക്കണ്ടെന്ന് ബോധ്യപ്പെടും. ഇത് വിവാഹം കഴിക്കാത്ത ആളുകൾക്കുള്ള ശിക്ഷയാണ്. വിവാഹം കഴിച്ചവനെ എറിഞ്ഞുകൊല്ലലാണ്. കാരണം വിവാഹം കഴിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം എറിഞ്ഞുകൊല്ലാൻ കഴിയില്ല. കാരണം അവന് ഒരു സ്വാഭാവികമായിട്ട് മനസ്സിൽ നിന്ന് ഉണ്ടാകാവുന്ന ഒരു തെറ്റെന്നൊരു പരിഗണന അതിന് കൊടുത്തുകൊണ്ടാണ് ശിക്ഷ കുറച്ച് ലഘുവാക്കിയത്. അവിടെ തന്നെ ഈ സിനാ ചെയ്ത ആള് ബിക്കറായിരിക്കണം. അതാണ് പറഞ്ഞത്, വിവാഹത്തിലൂടെ, അനുവദനീയമായ വിവാഹത്തിലൂടെ ദാമ്പത്യബന്ധം പുലർത്താത്ത ആളെയാണ് ബിക്കർ എന്ന് പറയുക. അപ്പോ ഒരാള് ഇതിലൂടെ അല്ലാതെ ദാമ്പത്യബന്ധം പുലർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പല മാർഗങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ഇയാൾ സിന ചെയ്തിട്ടുണ്ട്, പക്ഷേ അയാൾക്ക് സിന ഹറാമാണെന്ന് അറിയില്ലായിരുന്നു, പുതുവിശ്വാസിയാണ്, അയാൾക്ക് ഇസ്ലാമിൽ സിന ഹറാമാണെന്ന് അറിയില്ല, അയാൾക്കും ഈ ശിക്ഷയില്ല, അയാൾക്ക് ശിക്ഷ ഇല്ല, അറിയില്ലാത്തതുകൊണ്ട് ചെയ്തതാ. അല്ലെങ്കിൽ അയാൾ പഴയ വിശ്വാസി തന്നെയാണ്, പക്ഷെ ഇതൊന്നും അറിയുന്ന ഒരു ചുറ്റുപാടിലല്ല അയാൾ ജീവിച്ചത്, അമുസ്ലിമീങ്ങളുടെ ഇടയിൽ ഒരു അമുസ്ലിം പ്രദേശത്ത് ജീവിക്കുകയാണ്, ഇത്തരം കാര്യങ്ങളൊന്നും അറിയാനുള്ള സാഹചര്യം അയാൾക്ക് ഉണ്ടായിട്ടില്ല, അപ്പോഴും അയാൾക്ക് ശിക്ഷ നടപ്പിലാക്കപ്പെടാൻ കഴിയില്ല. അല്ലെങ്കിൽ അയാൾ ചെയ്ത ആ സിന ഒരു പണ്ഡിതൻ അത് അനുവദനീയമാണെന്ന് പറഞ്ഞതനുസരിച്ച് ചെയ്തതാണ്, എന്നാലും അയാൾ അതിന് ഉത്തരവാദിത്വമില്ല, അയാളെ ശിക്ഷ നടപ്പിലാക്കാൻ കഴിയില്ല. ആ പണ്ഡിതൻ അനുവദനീയാന്ന് പറയാന്ന് പറഞ്ഞാൽ ഈ പല രീതിയിൽ വരും. ഉദാഹരണത്തിന്, വലിയില്ലാതെ നിക്കാഹ് നടത്തുക. ഷാഫി മദ്ഹബിൽ നിക്കാഹ് ശരിയാകാൻ നമ്മൾ പഠിച്ചു, വധുവിന്റെ വലിയ വേണം, രക്ഷിതാവ് വേണം. രക്ഷിതാവ് ആരാണോ? വാപ്പ അല്ലെങ്കിൽ വല്യാപ്പ, സഹോദരങ്ങൾ, അങ്ങനെ നമ്മളൊരു ദർജ പഠിച്ചു. കൊച്ചാപ്പ, മൂത്താപ്പമാര്, ഇവരൊന്നും ഇല്ലെങ്കിൽ കാളി ഇല്ലാത്തടത്ത് പെണ്ണും ചെറുക്കനോട് എന്ത് ചെയ്യുക, ഒരാളെ ചുമതലപ്പെടുത്തുക, തഹക്കീമാക്കാന്ന് പറയും. ഇങ്ങനെ ഒരു വലിയില്ലാതെ ഷാഫി മദ്ഹബിൽ നിക്കാഹ് ശരിയാവില്ല. ലാ നിക്കാഹ് ഇല്ലാ ബി വലിയൻ, വലിയില്ലാതെ നിക്കാഹില്ല. പക്ഷെ ഹനഫി മദ്ഹബിൽ വലിയില്ലാത്ത നിക്കാഹ് പറ്റും. അബൂ ഹനീഫയുടെ അഭിപ്രായത്തിൽ നിക്കാഹിന് വലിയ വേണമെന്നില്ല. അപ്പൊ ഒരു ഷാഫി മദ്ഹബുകാരൻ വലിയില്ലാതെ നിക്കാഹ് നടത്തി വിചാരിക്കുക, അങ്ങനെ അയാൾ ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അയാളിൽ ശിക്ഷ നടപ്പിലാക്കാൻ കഴിയില്ല. കാരണം അങ്ങനെ പറയുന്ന ഒരു ഇമാമുണ്ട്, അബൂ ഹനീഫ ഇമാം അങ്ങനെ പറയുന്നുണ്ട്. ഇയാൾ ഷാഫിക്കാരനാണെങ്കിലും ആ ചെയ്തത് അബൂ ഹനീഫയുടെ അഭിപ്രായത്തിൽ തെറ്റല്ലാത്തതുകൊണ്ട് ഇയാൾ ചെയ്ത സിനിയായിട്ട് കണക്കൂട്ടി ഈ ശിക്ഷ നടപ്പിലാക്കപ്പെടാൻ കഴിയില്ല. അല്ലെങ്കിൽ സാക്ഷികളില്ലാതെയുള്ള നിക്കാഹ്, അത് ഇയാൾ ഷാഫിക്കാരനായി നിന്നുകൊണ്ട് തന്നെയാണ് ചെയ്തത്, ഹനഫി മദ്ഹബ് സ്വീകരിച്ചിട്ടൊന്നുമില്ല, എന്നാൽ പോലും അയാൾക്ക് ശിക്ഷയില്ല. കാരണം അയാൾ ചെയ്ത് തീർത്തും തെറ്റെന്ന് പറയാൻ കഴിയില്ല, അബൂ ഹനീഫയുടെ അഭിപ്രായത്തിൽ ശരിയാണ്, സിനയല്ല. അല്ലെങ്കിൽ സാക്ഷികളില്ലാതെയുള്ള നിക്കാഹ്, ഷാഫി മദ്ഹബിലും ഹനഫി മദ്ഹബിലും നിക്കാഹിന് സാക്ഷി വേണം, 2 സാക്ഷി വേണം. പക്ഷെ മാലിക്കി മദ്ഹബിൽ നിക്കാഹിന് സാക്ഷി വേണ്ട, അപ്പൊ ഒരു 2 സാക്ഷികളില്ലാതെ ഒരാൾ നിക്കാഹ് നടത്തി, അയാൾ ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെട്ടു. ഷാഫി മദ്ഹബ് അനുസരിച്ച് അയാൾ ചെയ്ത് സിനയാണ്, പക്ഷെ അയാൾ ശിക്ഷിക്കാൻ കഴിയില്ല. കാരണം സാക്ഷി വേണ്ട എന്ന് പറയുന്ന ഒരു മദ്ഹബുണ്ട്, ആ മദ്ഹബിനെ അയാൾ ഫോളോ ചെയ്തിട്ടൊന്നുമില്ല, എന്നാൽ പോലും അയാൾക്ക് ശിക്ഷ കൊടുക്കാൻ കഴിയില്ല. അതുപോലെ മുത്താഹത്തിന്റെ നിക്കാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഒരു പീരീഡിലേക്ക് വേണ്ടി നിക്കാഹ് നടത്തുക, 1 മാസത്തേക്ക് ഒരു പെണ്ണിനെ കെട്ടുക, 1 കൊല്ലത്തേക്ക് എന്ന് പറഞ്ഞാൽ കാലാവധി നിശ്ചയിച്ച് കല്യാണം കഴിക്കുന്നതിനെ മുത്താഹത്തിന്റെ നിക്കാഹ് എന്ന് പറയും. അത് ആദ്യ കാലഘട്ടത്തെ അനുവദിച്ചിട്ടുണ്ട്. സഹാബാക്കൾ യുദ്ധത്തിനൊക്കെ പോയ സമയത്ത് ഭാര്യമാര് കൂടെ ഇല്ലാതെ വരുമ്പോൾ, യുദ്ധം എന്ന് പറഞ്ഞാൽ 1-2 ദിവസം കൊണ്ട് തീരുന്ന യുദ്ധമല്ല, ചിലപ്പോൾ മാസങ്ങളൊക്കെ നീണ്ടു നിൽക്കാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ
താൽക്കാലിക വിവാഹത്തെ അനുവദിച്ചിട്ടുണ്ട്, പിന്നീട് അത് നിരോധിച്ചു. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ആ അഭിപ്രായക്കാരനാണ്. ഈ മുത്തഅത്തിന് നിക്കാഹിനെ അനുവദിച്ചാൽ ഇന്നും ഷിയാക്കളുടെ ഇടയിൽ അത് ചില വിഭാഗങ്ങൾക്ക് അത് അനുവദനീയമാണ്. കുറച്ചു നാളത്തേക്ക് താൽക്കാലിക വിവാഹം പറ്റും. ആ താൽക്കാലിക വിവാഹവും എന്താണ്, ഈ രീതിയിൽ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നതാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു നിലയ്ക്കും ഇയാള് ചെയ്ത തെറ്റിനെ ഒരു നിലയ്ക്കും ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ഇയാളിൽ ശിക്ഷ നടപ്പിലാക്കാൻ കഴിയുള്ളൂ എന്നർത്ഥം. ഏതെങ്കിലും നിലയ്ക്ക് അതിനെ ഏതെങ്കിലും രീതിയിൽ ന്യായീകരിച്ച് ശർഈയായി ന്യായീകരിച്ചത് സിനയാകാതിരിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഈ ശിക്ഷ കൊടുക്കപ്പെടാൻ പാടില്ല എന്നാ പറഞ്ഞതിനർത്ഥം. ഇതാണ് അവിവാഹിതനാണെങ്കിലുള്ള ശിക്ഷ. ഇനി വിവാഹിതനാണെങ്കിൽ അവനെ എറിഞ്ഞു കൊല്ലപ്പെടണം. ഇമാമോ ഇമാമിന്റെ പകരക്കാരന് എറിഞ്ഞു കൊല്ലപ്പെടണം. എറിഞ്ഞു കൊല്ലുന്ന രൂപം പറയുന്നുണ്ട്. ആളുകളോട് ഇവന്റെ ചുറ്റും കൂടി നിൽക്കാൻ വേണ്ടി പറയണം, സാക്ഷികളായി നിൽക്കാൻ വേണ്ടി പറയണം. എല്ലാ ഭാഗത്തുനിന്നും കല്ലെടുത്തെറിയണം. ഒരാളല്ല, എല്ലാവർക്കും എറിയാം. കൂടി നിൽക്കുന്നവർക്കൊക്കെ എറിയാൻ അവകാശമുണ്ട്. പക്ഷെ എറിയുന്നത് മുഴത്തതിലായ കല്ല്, വലിയ കല്ലൊന്നും എടുത്തിട്ടരുത്. ഒരു മീഡിയം കല്ലുകൊണ്ട് എറിയാൻ പാടുള്ളൂ. ഇത് നേരത്തെ പറഞ്ഞ പോലെ എറിഞ്ഞു കൊല്ലപ്പെടുന്നുണ്ട്. പക്ഷെ കൊല്ലാനാണെങ്കിൽ എറിഞ്ഞു കൊല്ലാൻ പറയേണ്ട കാര്യമില്ല, വെട്ടിക്കൊല്ലാൻ പാടില്ലേ? ചായല്ല, എറിഞ്ഞു തന്നെ കൊല്ലുമ്പോ ഇത് കണ്ടു നിൽക്കുന്ന ആളുകൾക്കൊരു ഗുണപാഠമാണ്. എന്റെ അവസ്ഥ ഇതായിരിക്കും. ജീവൻ പോവാന്ന് മാത്രമല്ല, നാണം കേടുവാണല്ലോ. ഈ ആളുകളെല്ലാം നിന്നിട്ട് ഇങ്ങനെ കല്ലെടുത്തെറിയുക, എല്ലാവരും കല്ലേറ് കൊള്ളുക. അപ്പൊ അതുകൊണ്ടൊരു മുഴത്തതിലായ കല്ല്, മീഡിയം നിലക്കുള്ള കല്ലുകൊണ്ട് എറിയണം, വലിയ കല്ലുകൊണ്ട് എറിയാൻ പാടില്ല. ആരെ? മുഹ്സിനാണ്, വിവാഹിതനാണെങ്കിൽ. അത് ആണിനെയും പെണ്ണിനെയും ഇതുപോലെ തന്നെ എറിഞ്ഞു കൊല്ലപ്പെടണം. വിശ്വാസന്റെ കാലത്ത് എറിഞ്ഞുകൊല നടന്നിട്ട് ഇപ്പൊ ഒരു വിവാദം നടക്കാറുണ്ട്. അതായത് ഖുർആനിൽ എറിഞ്ഞു കൊല്ലാൻ ഒരു കൽപ്പന ഇല്ലാമ. നേർക്കുനേരെ ഇന്ന് നമ്മൾ ഖുർആൻ പരിശോധിച്ചാൽ ഖുർആനിലെ ഒരു ആയത്തിലും വ്യഭിചരിച്ചവരെ എറിഞ്ഞു കൊല്ലണമെന്നൊരു കൽപ്പന കാണാൻ കഴിയില്ല. അടിക്കണം എന്നുള്ള കൽപ്പനയുണ്ട്, നേരത്തെ പറഞ്ഞ ആയത്തുണ്ട്. ഇതില്ലാത്തത് കൊണ്ട് എറിഞ്ഞു കൊല്ലപ്പെടാൻ പാടില്ല എന്നൊക്കെ ചില ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ ഉണ്ടാകലുണ്ട്. പക്ഷെ സത്യത്തിൽ എറിഞ്ഞു കൊല്ലണം എന്നുള്ളത് ഖുർആനിൽ ഒരു ആയത്തുണ്ടായിരുന്നു എന്ന്. ആയത്ത് പിന്നീട് അതിന്റെ ആയത്തിന് ഉയർത്തപ്പെടുകയും അതിന്റെ നിയമം പ്രാബല്യത്തിലാവുകയും ചെയ്തു എന്നാണ്. ഖുർആനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഖുർആനിൽ നെസ്ഖ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. നെസ്ഖ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ദുർബലപ്പെടുത്തുക. ചില ആയത്തുകൾ ഇറങ്ങും, എന്നിട്ട് ആയത്തിന്റെ നിയമം അള്ളാഹു ദുർബലപ്പെടുത്തും. അങ്ങനെ ചില ആയത്തുകൾ ഉണ്ടാവും. ചില ആയത്തുകൾ ഇറങ്ങും, അതിന്റെ ആയത്തിനെ അള്ളാഹു പിൻവലിക്കും, നിയമം പ്രാബല്യത്തിലുണ്ടാകും. അങ്ങനെ ഉണ്ടാവും. അങ്ങനെയുള്ളതിൽപ്പെട്ടതാണ് എറിഞ്ഞില്ല എന്നുള്ളത്. അങ്ങനെ ഒരു ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്. അഷേഖു അഷേഖത്തു ഇദാദനയ ഫർജിമുഹുമാൻ അക്കാലം മിനല്ലാഹ്. അതാണ് ആയത്ത്. ഷേഖും ഷേഖത്തും, അതായത് വിവാഹിതനായ സ്ത്രീയും പുരുഷനും വ്യഭിചരിച്ചാൽ ഫർജുമുഹുമാൻ, നിങ്ങളവർ എറിഞ്ഞു കൊല്ലണം, നക്കാലം മിനല്ലാഹ്, പടച്ചവന്റെ പറഞ്ഞ ശിക്ഷയാണത് എന്നാണ് ആയത്ത്. പക്ഷെ ഇന്ന് അങ്ങനെ ഒരു ആയത്ത് ഖുർആനിൽ നമ്മൾ നോക്കി കാണൂല. അങ്ങനെ ഒരു ആയത്തുണ്ടായിരുന്നു. ആയത്തിന്റെ ആ ലിപി പിൻവലിക്കുകയും നിയമം നിലനിർത്തുകയും ചെയ്തു. അപ്പൊ നിയമം നിലനിർത്തി നമുക്ക് അവിടെ മനസ്സിലാകുക അത് ഹദീസിലുണ്ട്. അത് ബുഖാരി ഉൾപ്പെടെയുള്ള വിശ്വസനീയമായ ഹദീസുകളുണ്ട്. തന്നെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിക്ഷ നടപ്പിലാക്കിയിട്ടുണ്ട്. മായിസ് റളിയല്ലാഹു അൻഹുവിനെ എറിഞ്ഞു കൊന്നിട്ടുണ്ട്. വിചരിച്ചു എന്ന് പറഞ്ഞു വന്നപ്പോൾ മായിസ് റളിയല്ലാഹു അൻഹുവിനെ എറിഞ്ഞു കൊന്നിട്ടുണ്ട്. നബി നടപ്പിലാക്കിയതാണത്. അത് ലോകത്തെല്ലാവരും അംഗീകരിക്കുന്നതാണ്. അതുകൊണ്ട് എറിഞ്ഞു കൊല്ലുക എന്നുള്ളതും സത്യത്തിൽ ഖുർആനിന്റെ നിയമം തന്നെയാണത്. എറിഞ്ഞു കൊല്ലണം. എറിയണം എന്ന് പറഞ്ഞ് അത്തായമൂത്ത മരിക്കുന്നത് വരെ ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുക. മരിച്ചു വീഴുന്നത് വരെ കല്ലുകൊണ്ട് എറിഞ്ഞുകൊണ്ടിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മായിസ് റളിയല്ലാഹു അൻഹുവിനെ റാമിദിയ ഗോത്രത്തിലുള്ള ഒരു പെണ്ണിനെയും ഇതുപോലെ എറിഞ്ഞു കൊന്നിട്ടുണ്ട്. അതാണ് നമുക്കുള്ള തെളിവ് എന്ന് പറയുന്നത്. ഈ അടിയും അതുപോലെ തന്നെ എറിഞ്ഞു കൊല്ലലും രണ്ടും കൂടി ചെയ്യാൻ പാടില്ല. അടിക്കുന്നവരെ അടിക്കണം, എറിഞ്ഞു കൊല്ലുന്നവരെ എറിഞ്ഞു കൊല്ലണം. എറിഞ്ഞു കൊല്ലുന്നവന് പിന്നെ അടിക്കാൻ പറ്റൂല. എറിഞ്ഞു കൊല്ലാൻ മാത്രമേ പറ്റുള്ളൂ, അടിക്കാൻ പാടില്ല. രണ്ടും കൂടി ചെയ്യാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഈ എറിഞ്ഞു കൊല്ലുന്നതിന് മുമ്പായിട്ട് അവനോട് തൗബ ആവശ്യപ്പെടണം. ചെയ്ത തെറ്റിന് തൗബ ഉണ്ടാവണമല്ലോ. തൗബയോടുകൂടി ശിക്ഷ ഏറ്റുവാങ്ങുമ്പോഴാണ് പരലോകത്തും ശിക്ഷയില്ലാതാവുക. അപ്പൊ അവനോട് തൗബ ചെയ്യാൻ വേണ്ടി പറയണം. അങ്ങനെ തൗബ ചെയ്ത് അവൻ അവസാനം ആ തൗബയോടുകൂടി മരിച്ചുപോയാൽ നമ്മളെക്കാളും ടോപ്പിലായിരിക്കും അവൻ പരലോകത്ത്. മനസ്സിലായില്ലേ? നമ്മൾ വിചരിച്ചിട്ടില്ല, പക്ഷെ നമ്മളെക്കാളും ടോപ്പിലായിരിക്കും അവൻ അവിടെ ഉണ്ടാവുക. ഇതുപോലെ ഇത് ഒരു സഹാബി വ്യഭിചരിച്ച് എറിഞ്ഞു കൊല്ലുന്ന സമയത്ത് എറിഞ്ഞ ഒരാൾ പറഞ്ഞു, അഹ്സാക്കല്ല, ഇനി എന്ത് തെറ്റാ ചെയ്തും പടച്ചോൻ നിന്നെ ഇതാക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അയാൾക്കെതിരെ ഒരു പ്രാർത്ഥന നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പാടില്ല. അദ്ദേഹം ചെയ്ത തൗബ ഉണ്ടല്ലോ, അവസാനം എറിഞ്ഞു കൊല്ലുന്നതിന് തൗബ മദീനയിലെ മുഴുവൻ ആളുകൾക്കിടയിൽ ഡിവൈഡ് ചെയ്യപ്പെട്ടാൽ മുഴുവൻ മദീന നിവാസികളുടെയും പാപം പൊറുക്കാൻ ആ ഒരു വ്യക്തിയുടെ തൗബ മതിയാവും. തെറ്റ് മനുഷ്യ സഹജാണ് സംഭവിക്കും. പക്ഷെ അല്ലാഹു ഗഫൂർ റഹീമാണ്. പടച്ചോൻ ഒരാൾക്ക് പുറത്തു കൊടുക്കാൻ തീരുമാനിച്ചാൽ അള്ളാഹ്ക്ക് വിഷയമല്ലല്ലോ.
അപ്പൊ അദ്ദേഹത്തെ ആക്ഷേപിക്കരുത്. ഈ ശിക്ഷ നമ്മൾ നടപ്പിലാക്കിയത് പടച്ചോൻ പറഞ്ഞു, നമ്മൾ ചെയ്തു. അദ്ദേഹം ചെയ്ത തൗബ മദീനക്കാരുടെ മുഴുവൻ പാപം പൊറിപ്പിക്കാൻ പറ്റുന്ന തൗബയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ആക്ഷേപിക്കരുത് എന്ന് പറഞ്ഞു. എറിയാൻ അവകാശമുണ്ട്, പക്ഷെ ചീത്ത വിളിക്കാനൊന്നും അവകാശമില്ല. അപ്പൊ അവസാനം തൗബയോടുകൂടി മരിച്ചു വേണം. അതോടൊപ്പം തന്നെ ഉമർ ബി സലാത്തിൻ ദഖല വഖ്തുഹ, ഒരു നിസ്കാരത്തിന്റെ സമയത്താണ് അവൻ എറിഞ്ഞുകൊള്ളുന്നതെങ്കിൽ ആ നിസ്കാരം നിർവഹിക്കാൻ പറയണം. ഇപ്പൊ മഗ്‌രിബ് ഈ സമയത്ത് എറിഞ്ഞുകൊള്ളുന്ന ആളോട് എന്ത് പറയണം? മഗ്‌രിബ് നിസ്കരിക്കാൻ പറഞ്ഞു. കാരണം ആ നിസ്കാരം നിർബന്ധമായിട്ടുണ്ടല്ലോ, അത് നിർബന്ധമായിട്ടുണ്ട്. അത് നിസ്കരിച്ചിട്ട് അവൻ എറിഞ്ഞൊല്ലാൻ പാടുള്ളൂ, അതിന് സമയം കൊടുക്കണം. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാൻ വേണ്ടി അവന് സാവകാശം കൊടുക്കണം. ഭക്ഷണം കഴിക്കാൻ സാവകാശം കൊടുക്കണ്ട. വെള്ളം കുടിക്കണം എന്ന് ആവശ്യപ്പെട്ടാൽ എറിഞ്ഞുകൊല്ലുന്നയാൾക്ക് എന്ത് ചെയ്യണം? വെള്ളം കൊടുക്കണം. ഭക്ഷണം കഴിക്കാനുള്ള സമയം കൊടുക്കേണ്ടതില്ല. കാരണം ഭക്ഷണം കഴിച്ചിട്ട് കാര്യമില്ലല്ലോ. വെള്ളം എന്നുള്ളത് ഇപ്പോൾ ദാഹം തീർക്കാനാണ്. ഭക്ഷണം എന്നുള്ളത് അവന്റെ ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടി. അവന് ജീവിതമില്ല. അതുകൊണ്ട് വെള്ളം കുടിക്കാനുള്ള സാവകാശം അവന് കൊടുക്കണം. അതുപോലെ 2 റക്അത്ത് നിസ്കരിക്കാൻ സമയം ചോദിച്ചാൽ അതും കൊടുക്കണം. എനിക്ക് എന്റെ അഭിലാഷം എന്ന നിലയ്ക്ക് 2 റക്അത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ അതിനുള്ള സമയം 2 റക്അത്തിനുള്ള സമയം കൊടുക്കണം. ഈ വാളുകൊണ്ട് വെട്ടിക്കൊന്നാലും അത് കൊലപാതകം, അത് ശിക്ഷ നടപ്പിലാക്കിയതായിട്ട് പരിഗണിക്കപ്പെടും. പക്ഷെ വാജിബായ രീതി ഉപേക്ഷിച്ചു. വാജിബായ രീതി, നിർബന്ധമായ രീതി എറിഞ്ഞില്ല എന്നുള്ളതാണ്. വെട്ടിക്കൊന്നാലും ശിക്ഷ നടപ്പിലാക്കിയിട്ടുണ്ട്, പക്ഷെ അതിന്റെ വാജിബായ രീതി എന്ത് ചെയ്തു? ഉപേക്ഷിച്ചതായിട്ട് കണക്കാക്കപ്പെടും. ഇവിടെയും പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ആൾക്ക് മാത്രമേ ശിക്ഷയുള്ളൂ. പ്രായപൂർത്തി ഇല്ലാത്തവരോ ബുദ്ധിസ്ഥിതയില്ലാത്ത ഭ്രാന്തന്മാരോ വിവാഹിതരായതിനു ശേഷം സിനാ ചെയ്താലും അവർക്ക് ഈ ശിക്ഷയില്ല. അവർക്കൊന്നും തക്ലീഫില്ല. പടച്ചോന്റെ നിയമങ്ങൾ ബാധകമല്ലാത്ത ആൾക്കാരാണ് കുട്ടികളും ഭ്രാന്തന്മാരൊക്കെ. അവർക്കൊന്നും അവരുടെ തെറ്റിനൊന്നും ഇയാൾ ശിക്ഷ ഉണ്ടാവില്ല. ഇനി എറിഞ്ഞു കൊല്ലുമ്പോൾ ഗർഭിണിയായ പെണ്ണിനെയാണ് എറിഞ്ഞു കൊല്ലുന്നതെങ്കിൽ ഗർഭസ്ഥാവസ്ഥയിൽ എറിഞ്ഞു കൊല്ലാൻ പാടില്ല. അവൾ പ്രസവിച്ച് ആ കുഞ്ഞിന് മുലകുടി പ്രായം മാറുന്നത് വരെ അവളുടെ ശിക്ഷ ബന്ധിപ്പിക്കണം. കാരണം ഇവളെ ശിക്ഷിക്കാൻ അവകാശമുള്ളൂ. അവറ്റ് കിടക്കുന്ന കുഞ്ഞ് നിരപരാധിയാണ്. വിശ്വാസങ്ങളിലേക്ക് ഇതുപോലെ ഒരു ഗർഭിണിയായ സ്ത്രീ വന്നപ്പോ ശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി വിശ്വാസം പറഞ്ഞു, പ്രസവിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. പ്രസവിച്ചിട്ട് വന്നപ്പോ പറഞ്ഞു കുട്ടി മുലകുടി പ്രായമാണെന്ന് വരാൻ വേണ്ടി പറഞ്ഞു. ആ സ്ത്രീ പിന്നെ വിശ്വാസങ്ങൾ വന്നൊരു റൊട്ടി കഷ്ണം കുട്ടിയെ കൊണ്ട് കഴിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു കുട്ടി ഇത് കഴിക്കാൻ പാകമായിട്ടുണ്ട്, എറിഞ്ഞു വന്നോളാൻ പറഞ്ഞു. നമ്മൾ ആലോചിച്ചു, നമ്മളാണ് എങ്ങനെ രക്ഷപ്പെടാനോ നോക്കുക. അവര് പറയാണ് മായിസ് റളിയല്ലാഹു അൻഹു അങ്ങനെയാണെന്നാ പറഞ്ഞ നബിയോട്, നബിയെ എന്താണോ എന്റെ ഞാൻ തെറ്റിയ എന്താണോ ശിക്ഷ നടപ്പിലാക്കുക. അപ്പൊ പരലോകത്തെ പേടിച്ചിട്ടാണ്. ഇവിടത്തെ ശിക്ഷ എറിഞ്ഞു കൊന്നാൽ പോലും അവിടെ ശിക്ഷ ഉണ്ടാകരുത്, അതാണ് അവരുടെ ആഗ്രഹം. ആ സ്ത്രീ പറഞ്ഞു എന്റെ കുട്ടി എന്റെ മുലപ്പാലില്ലെങ്കിലും ജീവിക്കാൻ പ്രായമായിട്ടുണ്ട്, പക്വത ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ വിശ്വാസം പറഞ്ഞു ആ കുട്ടിയെ മേടിച്ച് വേറെ ആളെ ഏൽപ്പിച്ചു. വളർത്താൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചിട്ട് ഈ സ്ത്രീയെ എറിഞ്ഞുകൊല്ലുകയാണ് ചെയ്തത്. അപ്പൊ ഗർഭിണികൾക്ക് ആ ഇതിലേക്ക് സാവകാശം കൊടുക്കണം. പക്ഷെ രോഗം മാറാൻ വേണ്ടി സാവകാശം കൊടുക്കണ്ട. സിനാ ചെയ്ത ഒരാൾ രോഗിയാണെങ്കിൽ രോഗം മാറുന്നവരെ താമസിക്കാൻ, രോഗിയായാൽ മരിക്കും, അത്രേ ഉള്ളൂ. ഏതായാലും മരിക്കാൻ പോവല്ലേ, അതിന് താമസം കൊടുക്കേണ്ട കാര്യമില്ല. അതിലെ ചൂട് തണുപ്പ് ഇതിനു വേണ്ടിയൊന്നും സാവകാശം കൊടുക്കണ്ട. ശക്തമായ ചൂടാണ്, ശക്തമായ തണുപ്പാണ്, എനിക്ക് കുറച്ച് സമയം തരണമെന്ന് പറഞ്ഞാലൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. കൊല്ലാൻ പോകുന്നവർക്ക് പിന്നെ അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് എന്നാൽ അടി ഇതിനു വേണ്ടി ബന്ധിപ്പിക്കണം. കൊല്ലുന്നയാളല്ല, അടിക്കേണ്ട ഒരാളാണ്, 100 അടി കൊടുക്കേണ്ട ഒരാളാണ്, രോഗിയാണ്. അയാൾ പറയാണ് എന്നെ ഇപ്പൊ അടിക്കരുത്, അല്ലെങ്കിൽ അയാളെ അടിക്കാൻ പറ്റൂല. രോഗിയാണെങ്കിൽ രോഗം മാറുന്നവരെ അടി ബന്ധിപ്പിക്കണം. കാരണം അയാൾക്ക് ജീവിച്ചിരിക്കാനുള്ളതാണ്. ഈ രോഗത്തിൽ അടിച്ചാൽ പെട്ടെന്ന് എളുപ്പം മരിച്ചു എന്നിരിക്കാം. അപ്പൊ അയാള് രോഗിയാണെങ്കിൽ അയാളുടെ രോഗം സുഖപ്പെടുമെന്ന പ്രതീക്ഷയുള്ള രോഗമാണെങ്കിൽ ആ രോഗം സുഖപ്പെടുന്നവരെ അയാളുടെ അടി ബന്ധിപ്പിക്കണം. കൊല ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല എന്നർത്ഥം. അതുപോലെ ഈ ഗർഭിണിയാണെങ്കിലും, കാരണം അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അയാളെ കൊല്ലലല്ല, 100 അടി കൊടുത്ത് അയാളെയും സമാനമായ മറ്റാളുകളെയും ഈ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ളത് മാത്രമേ നമ്മൾ ഉദ്ദേശമുള്ളൂ. ഇനി നമ്മൾ ശിക്ഷ പറഞ്ഞു, 2 വിഭാഗത്തിന് ശിക്ഷ പറഞ്ഞു, വിവാഹിതന്റെയും അവിവാഹിതന്റെ ശിക്ഷ പറഞ്ഞു. എങ്ങനെയാണ് ഒരാൾ സിനാ ചെയ്തെന്ന് നമ്മൾ എങ്ങനെയാണ് കാളിക്ക് ജഡ്ജിക്ക് അതെങ്ങനെ ബോധ്യപ്പെടുക? അതിന് ഒന്നാമത്തെ രീതി ഇഖ്റാറാണ്. അയാൾ സ്വയം സമ്മതിക്കുക. ഞാൻ ആ തെറ്റ് ചെയ്തെന്ന് സ്വയം സമ്മതിച്ചാൽ അതുകൊണ്ട് ശിക്ഷ നടപ്പിലാക്കാൻ പറ്റും. അതാണ് ഏറ്റവും ഒന്നാമത്തത്. അല്ലെങ്കിൽ അത് സംസാരിക്കാൻ കഴിയാത്ത ആളാണെങ്കിൽ ആംഗ്യം കാണിക്കുക. ആ തെറ്റ് ചെയ്തു എന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ ആംഗ്യം കാണിച്ചാലും അത് ജഡ്ജിക്ക് അതുകൊണ്ട് ശിക്ഷ വിധിക്കാൻ കഴിയും. ഇനി അബൂ ഹനീഫ പറയുന്നു 4 പ്രാവശ്യം ആവർത്തിക്കണം എന്നാ. ഷാഫി മദ്ഹബിൽ 1 പ്രാവശ്യം പറഞ്ഞാലും മതി. അബൂ ഹനീഫയുടെ അടുക്കൽ 4 പ്രാവശ്യം അയാൾ പറയണം ഞാൻ സിനാ ചെയ്തു എന്ന് 4 പ്രാവശ്യം പറയണം, 4 പ്രാവശ്യം സമ്മതിക്കാം.
രണ്ടാമത്തത് തെളിവാണ്. ഒന്ന് സ്വയം സമ്മതാണ്. സ്വയം സമ്മതിച്ച ഒരാൾക്ക് പിന്നെ തെളിവിന്റെ ആവശ്യമില്ല അയാളുടെ ശിക്ഷ നടപ്പിലാക്കാൻ. രണ്ടാമത്തത് തെളിവുകളാണ്. അയാളെ സമ്മതമൊന്നുമില്ല, പക്ഷെ തെളിവുകൾ അയാൾ സിന ചെയ്തു എന്ന് തെളിയിക്കുന്നുണ്ട്. എന്നാൽ അത് വെച്ച് എന്ത് ചെയ്യാം? അയാൾ ശിക്ഷ നടപ്പിലാക്കാം. തെളിവെന്ന് പറഞ്ഞാൽ കൃത്യമായ തെളിവായിരിക്കണം. എവിടെ, എങ്ങനെ, എപ്പോൾ എല്ലാം കൃത്യമായി പറയണം. സാക്ഷികൾ പറയണം. എന്നാൽ മാത്രമേ നടപ്പിലാക്കാൻ പറ്റുള്ളൂ. എല്ലാം പറയണം. അതിന്റെ രൂപമൊക്കെ പറയുന്ന അതിലേക്ക് പോകണില്ല. ഇനി ഒരാള് സമ്മതിച്ചു, തെറ്റ് സമ്മതിച്ചു, പിന്നെ അയാൾ അതിന് പിന്തിരിഞ്ഞു. ആദ്യം സമ്മതിച്ചിട്ട് പിന്നെ എന്ത് ചെയ്തു? ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞു. ആദ്യം ചെയ്തു എന്ന് പറഞ്ഞു, പിന്നെ ചെയ്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ എന്ത് ചെയ്യേണ്ടത്? ശിക്ഷ നടപ്പിലാക്കി തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ശിക്ഷ നടപ്പിലാക്കി തുടങ്ങിയതിന് ശേഷം അയാൾ ആ സമ്മതത്തിൽ നിന്ന് പിൻവാങ്ങി കഴിഞ്ഞാൽ, ഒരാൾ പറഞ്ഞു കഥപുത്തു, ഞാൻ ആദ്യം പറഞ്ഞ് കളവാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ വ്യഭിചരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ വ്യഭിചരിച്ചിട്ടില്ല, ബാക്കി എന്റെ മുഖദ്ദിമാത്തുകൾ ആമുഖങ്ങളെ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ ചെയ്യേണ്ടത്? സക്കത്ത, ശിക്ഷ ഒഴിവായി. അയാളെ ശിക്ഷയിൽ നിന്നും പിന്നെ അയാളെ ശിക്ഷിക്കാൻ പാടില്ല. ആദ്യം നീ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടാമതാൾ തെറ്റു, പിന്നെ അയാൾ തിരുത്തി പറഞ്ഞു. ആ തിരുത്തി പറഞ്ഞതാണ് സ്വീകരിക്കേണ്ടത്. നമുക്ക് ഒരാളെ കൊല്ലലല്ല ലക്ഷ്യം, പരമാവധി അയാളെ രക്ഷപ്പെടുത്തല ലക്ഷ്യം. അത് പിന്നീട് പറയുന്നുണ്ട്. ഒരാളെ ശിക്ഷിക്കാൻ വേണ്ടിയല്ല, പരമാവധി അയാളെ രക്ഷപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടത്. നിവൃത്തിയില്ലാത്ത മാത്രമേ ശിക്ഷിക്കാൻ പാടുള്ളൂ. അപ്പൊ അയാൾ അതിൽ നിന്ന് അയാളുടെ സമ്മതത്തിൽ നിന്ന് പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ശിക്ഷ എന്തായിപ്പോയി? ഒഴിവായിപ്പോയി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഈ മായിസ് റളിയല്ലാഹു അൻഹു നേരത്തെ സിനാ ചെയ്തു എന്ന് പറഞ്ഞ സഹാബി വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞെന്താണെന്നറിയോ? അദ്ദേഹത്തോട് പിന്തിരിയാൻ വേണ്ടി പ്രേരിപ്പിക്കുക ചെയ്ത്. നേരെ പറഞ്ഞില്ല, നിന്റെ വാക്കിൽ നിന്ന് പിന്തിരിയുക എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. എങ്ങനെയെങ്കിലും ശിക്ഷ ഒഴിവാക്കാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ റുജൂ സുന്നത്താണെന്ന, അയാൾ ആദ്യം സിനാ ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും അയാൾക്ക് എന്ത് സുന്നത്താണ്? തിരുത്തി പറയല് സുന്നത്താണ്. ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറയല് സുന്നത്താണ്. ശിക്ഷ ഒഴിവാക്കാൻ വേണ്ടിയുള്ള മുഴുവൻ വഴികൾ വെച്ചു കൊടുക്കണം. ഒരാളെ എങ്ങനെയെങ്കിലും നിരപരാധി ശിക്ഷിക്കലല്ല. നമ്മൾ പറയാറുണ്ടല്ലോ, 1000 നിരപരാധികൾ രക്ഷപ്പെട്ടാലും 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന് പറയില്ലേ? ഇവിടെ മായിസ് റളിയല്ലാഹു അൻഹു സ്വന്തം വന്ന് നബിയോട് പറയാണ് വ്യഭിചരിച്ചു. എന്നിട്ട് നബി പറഞ്ഞ എന്താ? നീ വ്യഭിചരിച്ചിട്ടുണ്ടാവൂല, ഒന്നുകൂടെ ആലോചിച്ച് നോക്ക് എന്നൊക്കെ പറയാണ്. എന്നിട്ട് അത് ഉറച്ചു നിൽക്കാണ്, ഇല്ല നബിയെ ഉറപ്പാണ് എന്ന് പറഞ്ഞപ്പോഴാണ് അവസാനം ശിക്ഷപ്പെടും. അപ്പൊ അയാളുടെ മേൽ ജഡ്ജി എന്ത് പറയണം? ജഡ്ജി അയാളെ പിന്തിരിയാൻ വേണ്ടി പ്രേരിപ്പിക്കണം. എന്നിട്ടും അയാൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ പിന്നെ ശിക്ഷ നടപ്പിലാക്കാൻ പാടുള്ളൂ എന്നാ. ഇത് ഈ സിനയുടെ വിഷയത്തിൽ മാത്രമല്ല കേട്ടോ, എല്ലാ ശിക്ഷകൾക്കും ബാധകമാണ്. മോഷ്ടിച്ചാല്, അതുപോലെ മദ്യപിച്ചാല്, ഏത് ശിക്ഷ നടപ്പിലാക്കുമ്പോഴും അയാളെ അതിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടി പ്രേരിപ്പിക്കണം. അയാൾക്ക് അതിൽ നിന്ന് പിന്തിരിയലും സുന്നത്താണ്. അയാൾ രക്ഷപ്പെട്ടു പോകുന്ന രക്ഷപ്പെട്ടോട്ടെ, നമ്മളയാളെ ശിക്ഷിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. എല്ലാ ശിക്ഷയ്ക്കും ഇത് ബാധകമാണെന്ന് അർത്ഥം. ഈ പറഞ്ഞത് അയാൾ സ്വയം സമ്മതിച്ച രൂപത്തിലാണ്. തെളിവുകൾ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല. സ്വയം സമ്മതിക്കുന്നിടത്താണ് അയാളെ പ്രേരിപ്പിക്കണം എന്ന് പറഞ്ഞത്. തെളിവുകൾ ഉണ്ടെങ്കിൽ പിന്നെ തെളിവുകൾ നമുക്ക് മറച്ചു വെക്കാൻ പറ്റില്ലല്ലോ. തെളിവ് മറച്ചു വെക്കാൻ ശ്രമിച്ചാൽ എന്താ? എല്ലാവരെയും തെളിവ് നമ്മൾ മറച്ചു വെക്കേണ്ടി വരും. തെളിവുകൾ ഉണ്ടെങ്കിൽ ശിക്ഷ നേർക്കെ നടപ്പിലാക്കുക, തെളിവില്ലാത്ത സമയത്ത് ഇങ്ങനെ ചെയ്യുക. ഇനി അതാണ് ഈ സിനയുമായി ബന്ധപ്പെട്ട ശിക്ഷാ നടപടികളാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ